ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസങ്ങളൊക്കെ ആയില്ലേ നമ്മൾ കണ്ടിട്ട്? എല്ലാവരും സുഖമായിരിക്കുന്നോ? ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചാ? ഓക്കെ. എവിടെയൊക്കെയാ പഠിച്ചതെന്നൊക്കെ ഒന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് സുഖാണ്, കുഴപ്പമൊന്നുമില്ല. സുഖാണോന്ന് ചോദിച്ചാ കുഴപ്പമില്ല. 2 ദിവസം ഹോസ്പിറ്റലിൽ ഒരു ഇച്ചിരി ഇതൊക്കെ ആയിട്ട് അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. 2 ദിവസം ഞാൻ ലീവായിരുന്നു. ട്യൂസ്ഡേ ഇപ്പൊ അവിടുന്ന് വന്നേ ഉള്ളൂ. ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. ചെറുതായിട്ട് ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ. ഇപ്പൊ കുഴപ്പമില്ല. അതെ, അച്ഛന് ചെറിയൊരു ആൻജിയോഗ്രാം ചെയ്ത് ചെറിയൊരു ഇതായിട്ട് പോയതാണ്. ആൻജിയോഗ്രാം ചെയ്ത് ചെറിയൊരു ഇതുണ്ടായിരുന്നു. ബ്ലഡ് ചെറുതായിട്ട് ക്ലോട്ട് ആയിട്ടുണ്ടായിരുന്നു. ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നില്ല. അത് ചെക്ക് ചെയ്തെടുത്ത് അങ്ങനെ ഹോസ്പിറ്റലിലാണ്, തൊടുപുഴയിലാണ്. ഞാൻ തൊടുപുഴയിൽ നിന്ന് രാവിലെ തന്നെ മോർണിംഗ് എത്തിയുള്ളൂ. ഞങ്ങൾക്ക് ക്ലാസ്സിൽ അധികം മിസ്സാക്കാൻ പറ്റില്ലല്ലോ, അതിന് വേഗം വന്നതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. എവിടെ എത്തി നമ്മള്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഡോക്ടർ വന്നിട്ടില്ല. തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റല്. ഇത് ചിലപ്പോ ഡിസ്ചാർജ് ആവുമായിരിക്കും, അറിയില്ല. ഇപ്പൊ ഹസ്ബൻഡ് അവിടെ ഉണ്ട്. ഹസ്ബൻഡിനെ അവിടെ ആക്കിയിട്ട് ഞാൻ രാവിലെ മോർണിംഗ് പോകുന്നതാണ്. നമ്മളെവിടെ എത്തിയത്? നമ്മള് ഈ ബാക്കി വിശേഷമൊക്കെ പിന്നെ പറയാം. ഞാൻ ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് ജനറൽ സേഫ്റ്റി റൂൾസ് കംപ്ലീറ്റ് ആയി. അപ്പോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എളുപ്പമാണ്. രണ്ടാമത് നമുക്ക് പറയുന്നത് ഏതാണ്? സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ ആണ്. ഓക്കെ, ബി ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ ഇട്ട് ബി ആണ്. ഓക്കെ, സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. ഇനി നമ്മള് ഒരു രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് പേജ് നമ്പർ 74 ഇട്ടാം. ഇനി അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് പേഷ്യൻസിന്റെ കെയറുമായി ബന്ധപ്പെട്ട സേഫ്റ്റി കാര്യങ്ങൾ നോക്കി. ഒന്നാമത്തെയാണ് പ്രിവെന്റ് ഫോളിങ് ഫ്രം ബെഡ്. പേഷ്യൻസ് ഈ ബെഡിൽ നിന്ന് താഴെ വീഴാതെ നമുക്ക് നോക്കി. എന്തൊക്കെയാ? ഫീബിൾ എന്ന് പറഞ്ഞാൽ ദുർബലരായിട്ടുള്ള. പിന്നെ ചില പേഷ്യൻസ് ഒക്കെ നമുക്ക് ഏജ് കൊണ്ടോ ഒക്കെ നമുക്ക് ഇച്ചിരി അവരത്ര ഹെൽത്തി ആവണമെന്നില്ല, അല്ലെ? അപ്പൊ ദുർബലരായിട്ടുള്ള. ഡിസോറിയന്റഡ് എന്ന് പറഞ്ഞാൽ ദിശാബോധമില്ലാത്തവര്, കോൺഷ്യസ് അല്ലാത്തവരില്ലേ, ഓർമ്മയ്ക്കില്ലാത്ത ആളുകള്, അത് ദിശാബോധമില്ലാത്തവര്. ആൻഡ് പേഷ്യൻസ് ഹു ആർ അണ്ടർ സെഡേഷൻ. ഇനി ചിലർക്ക് ഇങ്ങനെ വലിയ സർജറി കഴിഞ്ഞ് സെഡേഷനിലുള്ള പേഷ്യൻസ്, അപ്പൊ അവരൊക്കെ നോർമലി എന്താണ് എവിടെയാണ് കിടക്കുന്നതെന്നോ എന്താണോ ചിലപ്പോ അത്രയും ഇത് സെഡേഷൻ മാറുന്നവരേക്കൊക്കെ ചിലപ്പോ ആ ഒരു ഇത് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻസ് frequently try to get on or off the bed unaided. അവര് ചിലപ്പോ ഓരോ ഓർമ്മയ്ക്കില്ലാതെ ചിലപ്പോ തന്നെ ബെഡിന്ന് എണീക്കാനും ഒക്കെ അതിൽ ഇറങ്ങാനും ഒക്കെ ശ്രമിക്കും. അവർക്ക് ശരിക്കും ആ നോർമല് അവർക്ക് ആ ഒരു ഓർമ്മ ഒന്നും ഇല്ലാത്തതിന്റെ പേരില്. അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? ട്രൈ ടു മേക്ക് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ റിക്വയർ അസിസ്റ്റൻസ്. പേഷ്യൻസിന് എന്ത് മനസ്സിലാക്കണം നമ്മള്? അവർക്ക് സഹായം ആവശ്യമാണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ. അത് നമ്മൾ അതിന്റെ പേഷ്യൻസിന്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്, അല്ലേ? തന്നെ ഇങ്ങനെ ഫീബിൾ ആയിട്ടുള്ളവര്, നമുക്ക് ദുർബലരായിട്ടുള്ളവര്, ഡിസോറിയന്റഡ് ദിശാബോധമില്ലാത്തവര്, സെഡേഷനിലുള്ള പേഷ്യൻസ്, അവര് ബെഡിന്ന് തന്നെ കയറാനും അവര് ചെയ്യാനും ഇരിക്കാനും ഒക്കെ അവര് ശ്രമിക്കും. അപ്പോ അവരെന്ത് ചെയ്യണം? അവർക്ക് അസിസ്റ്റൻസ് ആവശ്യമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ആ ഹെൽപ്പ് വേണം, എനിക്ക് ഇരിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഇനി രണ്ടാമത് നോക്കിയേ, അത് രണ്ടും കൂടി ഒറ്റ പോയിന്റ് ആട്ടോ. അത് ഒറ്റ പോയിന്റ് ആയിട്ട് പഠിച്ചാൽ മതി നിങ്ങൾ. ടെക്സ്റ്റിൽ അങ്ങനെയാണോ നോക്കിയാല് റിക്വയർ അസിസ്റ്റൻസ് എന്ന് പറയും, ഒറ്റ പോയിന്റ് ആയിട്ട് നോക്കിയാൽ മതി. അടുത്ത രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, അല്ല. അപ്പൊ അത് രണ്ടും കൂടി നിങ്ങൾ ഒരു ബ്രാക്കറ്റ് ഇട്ട് വെച്ചാലും മതി. അത് ഒറ്റ പോയിന്റ്. അത് അങ്ങനെയുള്ളവരെ അവർക്ക് അസിസ്റ്റന്റ് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കണം.
ഇനി രണ്ടാമത്തെ പോയിന്റ്, പേഷ്യൻസ് ബിലോങ്ങിങ് ഷുഡ് ബി കെപ്റ്റ് വിത്തിൻ റീച്ച്. പേഷ്യൻസിന്റെ സാധനങ്ങള് അത് അവരുടെ കൈയെത്തുന്ന ദൂരത്ത് തന്നെ സൂക്ഷിക്കണം. വല്ല ദൂരെ ഇറങ്ങി അവര് വേണമെങ്കിൽ ആ ബെഡിൽ നിന്ന് ഇങ്ങനെ കൈ എത്തിച്ചെടുക്കാനൊക്കെ ശ്രമിക്കും അല്ലെ, അപ്പൊ അവർക്ക് അപകടം സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ സാധനങ്ങള് അടുത്ത് എത്തുന്ന ദൂരത്ത് തന്നെ സൂക്ഷിക്കണം. പേഷ്യൻസ് ബിലോങ്ങിങ്സ് ഷുഡ് ബി കെപ്റ്റ് വിത്തിൻ റീച്ച്, ഏറ്റവും അടുത്ത് തന്നെ സൂക്ഷിക്കണം. ഇനി അടുത്തത് നോക്കിയേ, ആസ്ക് ദ പേഷ്യന്റ് ടു യൂസ് നേഴ്സസ് കോൾബെൽ ടു ഹാവ് എ ബെഡ് പാൻ ഓർ യൂറിനൽ. ഇനി പേഷ്യൻസിനോട് നേഴ്സ് കോൾബെല്ല് കണ്ടിട്ടില്ലേ, അഡ്മിറ്റ് ആയി കഴിഞ്ഞ പേഷ്യൻസിനെ കിടക്കുമ്പോ അവരുടെ ഹെഡിന്റെ പൊസിഷനിൽ ഒരു കോൾബെല്ല് ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഓടി ആണെങ്കിൽ ഇവിടെ പിടിച്ചു പോകണ്ട. സിസ്റ്ററിനെ ഒക്കെ വിളിക്കണമെങ്കിൽ, നേഴ്സിനെ വിളിക്കണമെങ്കിൽ ജസ്റ്റ് ആ ബെല്ലിൽ അത് ആ പേഷ്യന്റിന് തന്നെ ബാക്കില് പ്രസ് ചെയ്താൽ മതി. അപ്പൊ പിന്നെ ആ നേഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് വേഗം തന്നെ ആ നേഴ്സ് വരും അല്ലെ. അപ്പൊ നേഴ്സിനെ വിളിക്കാനായിട്ട് എന്താ, നേഴ്സസ് കോൾ ബെല്ല് ഉപയോഗിക്കുക. എന്തിനു വേണ്ടി, ടു ഹാവ് ബെഡ് പാൻ, നമ്മൾ യൂറിനൊക്കെ പാസ് ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ. ആ ബെഡ് പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രം കേട്ടോ, അത് യൂറിനൽ ചെയ്യാനൊക്കെ ഉള്ള പാത്രം, അത് എടുക്കാനോ അത് യൂറിനൽ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ആ പേഷ്യൻസ് നേഴ്സിനെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ എന്താ ചെന്ന് വിളിക്കോ അല്ലെങ്കിൽ വിളിച്ചു പോവോ ഒന്നും വേണ്ട, നേഴ്സ് കോൾ ബെല്ല് ഉപയോഗിച്ചാൽ മതി. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു അവിടെ. പേഷ്യൻസ് ആസ്ക് ദ പേഷ്യൻസ് ടു യൂസ് ഡാഷ് നേഴ്സസ് കോൾ ബെൽ ടു ഹാവ് എ ബെഡ് പാൻ ഓർ യൂറിനൽ. അടുത്തതാണ് ബെഡ് റെയില്. യൂസ് ബെഡ് റെയിൽ ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് വശത്തും ബെഡ് റെയിലുകൾ ഉപയോഗിക്കുക. അതെന്തിനു വേണ്ടിയാ, ബെഡ് റെയിൽ ഉപയോഗിക്കുക, പേഷ്യന്റ് വീഴാതിരിക്കാൻ. കണ്ടിട്ടില്ലേ കൈപ്പിടി ബെഡിന്റെ സൈഡില് രണ്ട് വശത്തും ഉണ്ടായിരിക്കും. അപ്പൊ അവര് സേഫ്റ്റിക്ക് വേണ്ടി അല്ലെ, അവര് വീഴാതിരിക്കാൻ. തന്നെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി ഉറങ്ങുമ്പോഴൊക്കെ അറിയാതെ വല്ല മറിഞ്ഞ് വീഴുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെ രണ്ട് വശങ്ങളിലും ബെഡ് റെയിൽ ഉപയോഗിക്കുക പറയാം. യൂസ് ബെഡ് റെയിൽ ഓൺ ബോത്ത് സൈഡ്സ്. ഇനി അടുത്ത മെഡിക്കേഷൻസ്. ഇനി മരുന്നുകൾ എങ്ങനെയാ, ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക് ദ മെഡിക്കേഷൻ. മരുന്നുകൾ ചെക്ക് ചെയ്യുക, ഡബിൾ ചെക്ക് ചെയ്യുക. റിലേറ്റീവ് ഇൻസ്ട്രക്ഷൻ, അതിന്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അല്ലെ. ആഹാരത്തിന് മുന്നേ, ആഹാരത്തിന് ശേഷം, ഒന്ന് വീതം 3 നേരം, ഒന്ന് വീതം 2 നേരം, അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് പാലിച്ചുകൊണ്ട് ഇത് തന്നെയല്ലേ ഓക്കെ അല്ലേ എന്നുള്ളത് നമ്മൾ വീണ്ടും ഉറപ്പുവരുത്തുക. ലേബൽ പേഷ്യൻസ് ഐഡന്റിറ്റി, പേഷ്യൻസിന്റെ ഐഡന്റിറ്റി, അതായത് പേഷ്യൻസിന്റെ പേരും ഉണ്ടാവുമല്ലോ അല്ലെ. പേഷ്യന്റിന്റെ പേര് എഴുതിയിട്ട് അതിന്റെ താഴെയാണ് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വീതം 3 നേരം ആഹാരത്തിന് ശേഷം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ നോക്കി ചെക്ക് ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം മെഡിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ. അപ്പൊ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെ. അടുത്തതാണ് ലേബലിംഗ്. ലേബൽ ഓൾ ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. എല്ലാ ബോട്ടിലും കണ്ടെയ്നേഴ്സും കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്യണം. എന്തൊക്കെയാണ് എന്താണെന്നുള്ളത് ലേബൽ ചെയ്യണം. അടുത്തത് നോക്കിയേ, കീപ് ദ മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ്. മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് ഒക്കെ സെക്യൂർ ചെയ്ത് വെക്കണം, സുരക്ഷിതമായിട്ട് വെക്കണം. ചില ഓർമ്മയൊക്കെ ഇല്ലാത്തവര് ചിലപ്പോ ഇതൊക്കെ മെഡിസിൻസ് ഒക്കെ തുറന്നു വെച്ച് ചിലപ്പോ കഴിച്ചതായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോ അവർക്ക് ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല കഴിച്ചത്. വീണ്ടും വേണമെങ്കിൽ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് കഴിക്കാം. മറവി ഉണ്ടാവും അല്ലെ. അപ്പൊ അവര് വീണ്ടും വേണമെങ്കിൽ കഴിച്ചതായിരിക്കും, ചിലപ്പോ കഴിച്ചില്ല എന്ന് വീണ്ടും കഴിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ എടുക്കാതിരിക്കാനായിട്ട് എന്താണ്, അത് സെക്യൂർ ചെയ്യണം. അതായത് അത് എന്താ ലോക്ക് ചെയ്യാന്ന് വെച്ചാൽ മെഡിസിൻസ് സെക്യൂർ ചെയ്ത് വെക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ചും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ അത് നമ്മൾ എടുത്തു കൊടുത്തിട്ട് വേണം. അല്ലാതെ അവര് തന്നെ എടുത്ത് കഴിക്കാനുള്ള ഒരു അവസ്ഥ വരുത്തരുത്. മെഡിസിൻസ് സെക്യൂർ ചെയ്യണം. ഇനി അടുത്ത നോക്കിയേ, കീപ് വാർണിംഗ്. വാർണിംഗ് സൈൻസ് എഗൻസ്റ്റ് ടോക്സിക് സബ്സ്റ്റൻസ്. ഈ ടോക്സിക് ആയിട്ടുള്ള വിഷകരമായിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതിനെതിരായിട്ട് വാണിങ്ങുകൾ കീപ്പ് ചെയ്യുക. അതെടുക്കരുത്, തന്നെ വിഷകരമായിട്ടുള്ള കാര്യങ്ങള് അത് അങ്ങോട്ട് എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു വാണിംഗ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ സൂക്ഷിക്കുക. ഇതെല്ലാം എന്തിനു വേണ്ടിയാ, പേഷ്യന്റ് രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് വരുന്ന സേഫ്റ്റി മെഷേഴ്സ് ആണ്. അപ്പൊ ഇതുപോലെ ചോദിക്കാം. എന്താ പോയിന്റ്സ് നമുക്ക് ഇത് ബൈഹാർട്ട് ചെയ്യേണ്ടത്, പോയിന്റ്സ് വായിച്ചു വെച്ചാൽ മതി. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. Which of the following is included in safety in patient care? Patient care വരുന്നത് ഏത്, safety in patient care വരുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ?
സിമ്പിൾ ആയിട്ടുള്ളതല്ലേ? ഏതെങ്കിലും ഒന്നുകൂടി പറയണോ? ഓക്കെ, ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, സേഫ്റ്റി ഇൻ ട്രാഫിക്. ഇനി ട്രാഫിക്, അതായത് അവരെ കൊണ്ടുപോകുകയൊക്കെ ചെയ്യൂലേ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വീൽ ബ്രേക്സ്. ഒന്നാമത്തെയാണ് വീൽ ബ്രേക്കുകൾ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ വീൽ ബ്രേക്ക്? നമ്മുടെ ബെഡിനുണ്ടാവും വീൽ ബ്രേക്ക് ഉണ്ടാവും, പിന്നെ വീൽ ചെയറിന് ഉണ്ടാവും, സ്ട്രെച്ചറിനൊക്കെ ഉണ്ടാവും വീൽ ബ്രേക്കുകൾ. എന്താ വീൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അത് തെന്നി പോകാതിരിക്കാൻ. ഇപ്പൊ നമ്മളിപ്പോ ഒരു പേഷ്യന്റിനെ കൊണ്ട് പോകുകയാണ്, അപ്പൊ പേഷ്യന്റിനെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ജസ്റ്റ് അല്ലെങ്കിൽ അവര് കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവിടെ നിർത്തുമ്പോഴൊക്കെ ആ വീൽ ബ്രേക്ക് ഇട്ടാ വെക്കണേ. എന്താ, പിന്നെ അല്ലെങ്കിൽ അറിയാതെ ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ അത് തന്നെ സ്ക്രോൾ ചെയ്ത് പോകാം. ചെറിയ വീലിലല്ലേ പോണത്, അത് ഉരുണ്ട് വേണമെങ്കിൽ പോകാം. ഇതുപോലെ ബെഡിനൊക്കെ ഉണ്ടായിരിക്കും. അതന്നെ, ബെഡിനൊക്കെ ഉണ്ടായിരിക്കും. ബെഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാനായിട്ട്. അല്ലാതെ നമുക്കിപ്പോ ഒന്ന് ബെഡ് നീക്കണമെങ്കിലൊക്കെ നമുക്ക് എടുത്ത് പൊക്കി നീക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാ അല്ലെ? അപ്പൊ ആ വീലുകൾ ഉണ്ടാവും. അപ്പൊ വീല് പതുക്കെ സ്ക്രോൾ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് റൂമിലൊക്കെ കൊണ്ടുവരുമ്പോ വീൽ ചെയറിലൊക്കെ കൊണ്ടുവന്നത്. അപ്പൊ അതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് അവരെ ബെഡിലേക്ക് കടത്തുമ്പോഴൊക്കെ വേണമെങ്കിൽ ആ വീൽ ബ്രേക്ക് ഇട്ട് വെക്കാം, എന്നിട്ട് ഷിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോ അറിയാം അത് വേണമെങ്കിൽ ഉരുണ്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്കിയേ, ലോക്കിംഗ് വീൽ ബ്രേക്സ് ടു സെക്യൂർ വീൽ ചെയർ ഓർ സ്ട്രെച്ചർ ഇൻ place before loading or unloading the patient. ഇത് മൂന്നാമത്തെ കേട്ടോ. സി, സേഫ്റ്റി ഇൻ ട്രാഫിക്. അടുത്ത സെക്ഷൻ ആണ്. സി നമ്പർ ഒന്നും ഇട്ടിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ സി നമ്പർ ഉണ്ടോ, കുഴപ്പമില്ല. അപ്പോ പേഷ്യൻസിനെ നമ്മൾ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അവിടെ ആ ബെഡിലേക്ക് കിടത്തുമ്പോഴോ അല്ലെങ്കിൽ ബെഡിൽ നിന്ന് തിരിച്ച് നമ്മൾ ആ വീൽ ചെയറിലേക്ക് ഇരുത്തുമ്പോഴോ അല്ലെങ്കിൽ സ്ട്രെച്ചറിലൊക്കെ ആണെങ്കിലും എന്താണ്, ആ വീൽ ബ്രേക്ക് ഇട്ട് ലോക്ക് ചെയ്യണം. കണ്ടോ, അസിസ്റ്റിംഗ് എ പേഷ്യന്റ് ഓൺ ഓർ ഓഫ് ആൻഡ് ചെയർ. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസിനെ സഹായിക്കണം, അസിസ്റ്റ് ചെയ്യണം. അത് തന്നെ ഈ ചെയറിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ അവരെ ചെയ്യാൻ സഹായിക്കുക. അപ്പൊ നമ്മള് വീൽ ബ്രേക്കുകൾ നിർബന്ധമാണ്. വീൽ ബ്രേക്ക് ഇടണം. ലോക്കിംഗ് വീൽ ബ്രേക്ക് ടു സെക്യൂർ. ഇതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെ, വീൽ ചെയറിന്റെയോ സ്ട്രക്ചറിന്റെയോ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്. പേഷ്യൻസിനെ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും നമ്മൾ ഈ സ്ട്രക്ചർ വീൽ ചെയറിനൊക്കെ ആ വീൽ ബ്രേക്കുകൾ ഉപയോഗിക്കണം. കണ്ടിട്ടില്ലേ നിങ്ങൾ വീൽ ബ്രേക്ക്? ക്ലിപ്പ് പോലത്തെ ഒരു സംഭവം, അത് താഴേക്ക് പ്രസ് ചെയ്താൽ കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങൂല, അത് പിന്നെ അത് ഉറച്ചു നിന്നോളും. ഇനി സേഫ്റ്റി ബെൽറ്റ്. അടുത്തതാണ് സേഫ്റ്റി ബെൽറ്റ്. സേഫ്റ്റി ബെൽറ്റ് ടു waist belt or side tail or structure to protect the patient from falling while transporting. ഇനി പേഷ്യൻസിനെ കൊണ്ടുപോകൂലേ, ഇപ്പൊ നമ്മൾ നോക്കാം, നമുക്ക് ഈ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ വീൽ ചെയറിലോ ഒക്കെ ആണെങ്കിൽ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോ ആ ബെൽറ്റ് ഇട്ട് കൊണ്ടുപോകാം അല്ലെ? വീഴാതിരിക്കാൻ തന്നെയാണ്. അതും അതെ, നമ്മൾ കാറിൽ പോകുമ്പോ സീറ്റ് ബെൽറ്റ് ഇടാറില്ലേ? എന്താ, മുന്നോട്ട് ഇങ്ങനെ ആദ്യം കുതിച്ച് വീഴാതിരിക്കാല്ലേ? അതുപോലെ തന്നെ സ്ട്രക്ചറിലൊക്കെ കിടത്തി അല്ലെങ്കിൽ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകുമ്പോ ചിലപ്പോ അവര് മുന്നോട്ടേ ചിലപ്പോ ഇതുപോലെ ഓർമ്മയില്ലാത്തവരോ അല്ലെങ്കിൽ അത്രയും വിലയില്ലാത്തവരൊക്കെ ചിലപ്പോ തന്നെ കുത്തിക്കൊണ്ടൊക്കെ പോകുമ്പോഴേ അവർക്ക് വേണമെങ്കിൽ ഇത് വീൽ ബ്രേക്ക് ഇട്ടിട്ട് മറിഞ്ഞു പോകാൻ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതോടെ സേഫ്റ്റി ബെൽറ്റ് വേസ്റ്റ് ബെൽറ്റ് ഓർ സൈഡ് ടെയിൽ ഓർ സ്ട്രക്ചറിന്റെ ഇവിടെ ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇടാം, നമ്മളെ കവർ ചെയ്തിടാൻ പറ്റും. ടു പ്രൊട്ടക്ട് ദ പേഷ്യന്റ് ഫ്രം ഫോളിങ് വൈൽ ട്രാൻസ്പോർട്ടിങ്. ഇതും പേഷ്യൻസ് കൊണ്ടുപോകുമ്പോൾ അവരെ കൊണ്ടൊക്കെ പോകുമ്പോൾ വീഴാതിരിക്കാനായിട്ട് സേഫ്റ്റി ബെൽറ്റുകൾ ഉപയോഗിക്കാം. പിന്നെ കാർട്ട് വീൽ ചെയർ ആട്ടോ, അത് വീൽ ചെയർ എന്നാണ്. വീൽ ചെയർ WHEEL, വീൽ ചെയർ. സ്ട്രക്ചർ പുഷ് കാർ വീൽ ചെയർ സ്ട്രക്ചേഴ്സ് സ്ലോലി വാച്ച് യുവർ വേ ഹെഡ് ഓഫ് യു. എങ്ങനെ വേണം പോകാൻ? ഒറ്റയടിക്ക് 60, 50, 100 പോകാൻ പറ്റോ? ഇവരെ കൊണ്ടുപോകുമ്പോ സ്ട്രക്ചറിലോ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകുമ്പോ പതുക്കെയല്ലോ കൊണ്ടുപോകണേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പതുക്കെ നമ്മുടെ മുന്നിലുള്ള വഴി നോക്കി സ്ലോ ആയിട്ട് പതുക്കെ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് ഉന്തി അങ്ങോട്ട് വേണ്ട സ്പീഡിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അടുത്തൊരു കാര്യം, സ്ലോ ആയിട്ട് വേണം കൊണ്ടുപോകാൻ. ഇതും നമ്മൾ ഏതാ സേഫ്റ്റി ട്രാഫിക്കിൽ വരുന്നതാണ്. ഇതൊക്കെ വായിച്ചു നോക്കി അറിയാലോ. പുഷ് കാർട്ട് വണ്ടികള് വീൽ ചെയർ സ്ട്രക്ചർ സ്ലോലി വാച്ച് യുവർ
വാച്ച് യുവർ വേ ahead of you. നിങ്ങളുടെ മുന്നിലുള്ള വഴി നോക്കിയിട്ട് വേണം, സ്ലോ ആയിട്ട് വേണം കൊണ്ടുപോകാൻ. അടുത്ത് നോക്കിയ റാമ്പാണ്. കൺട്രോൾ സ്ട്രെച്ചേഴ്സ് ആൻഡ് വീൽ ചെയർ ഫ്രം ലോവർ സൈഡ് while going up or down the ramp. റാമ്പ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ സ്ഥലമാണ്, ചെരിഞ്ഞ സ്ഥലം. അപ്പോ നമ്മൾ ഈ വീൽ ചെയർ ഒക്കെ സ്ട്രക്ചറിനെ വീൽ ചെയറിനെ ഒക്കെ എവിടെ നിന്ന് കൺട്രോൾ ചെയ്യണം? ലോവർ സൈഡിൽ. നമ്മള് റാമ്പിലൂടെ കയറ്റുമ്പോഴും ഇറക്കവും ഒക്കെ ചെയ്യുമ്പോൾ ആ താഴെ വശത്ത് നിന്ന് വേണം കൺട്രോൾ ചെയ്യാൻ. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്ന് നോട്ട് ചെയ്തോട്ടോ. അത് കൺട്രോൾ സ്ട്രെച്ചർ ആൻഡ് വീൽ ചെയർ ഫ്രം ദാറ്റ് സൈഡ് while going up or down the ramp. റാമ്പിലേക്ക് ഏറ്റവും ഇറക്കമൊക്കെ ചെയ്യുമ്പോൾ ലോവർ സൈഡിൽ നിന്ന് വേണം കൺട്രോൾ ചെയ്യാൻ. ഇനി അടുത്തതാണ് സ്വിമ്മിംഗ് ഡോർ എന്ന് പറയുന്നത്. ടേക്ക് വെഹിക്കിൾസ് ത്രൂ എ സ്വിമ്മിംഗ് ഡോർ. അതും അണ്ടർലൈൻ ചെയ്തോ. വെഹിക്കിൾസ് ഏരിയ കൂടെ കൊണ്ടുപോകണം, സ്വിമ്മിംഗ് ഡോറിൽ കൂടെ കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ എന്താ? സ്വിമ്മിംഗ് ഡോർ എന്താ? തന്നെ തുറക്കുന്ന വാതിലുകളില്ലേ, ഓട്ടോമാറ്റിക് ഡോറുകളൊക്കെ, അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകാണ്, നമ്മൾ സ്ട്രക്ചറിൽ കൊണ്ടുപോകാണ്. അപ്പൊ സ്ട്രക്ചറിൽ രണ്ട് കൈയും പിടിച്ചാണ് ഒന്നിക്കൊണ്ട് പോകണത്. അപ്പൊ ഡോറ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കേണ്ട ഡോറാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പോകാം. അല്ലെങ്കിൽ എന്താ, ഒന്നില്ലെങ്കിൽ അയാളെ ഒറ്റ കൈ കൊണ്ട് ഇവിടെ പിടിച്ചിരിച്ചിട്ട് നമ്മൾ തുറന്നത് തള്ളി വേണം തുറക്കാനായിട്ട്. ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഓട്ടോമാറ്റിക് ഡോറിൽ കൂടെ അങ്ങനെ മാത്രമേ ഉണ്ടാക്കാം, വെഹിക്കിൾസ് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. സ്വിമ്മിംഗ് ഡോർ എന്നുള്ളത് നോക്കാം. കോമൺ ഡോറിനൊക്കെ ഓപ്ഷൻസ് വരാം. ടേക്ക് വെഹിക്കിൾസ് ത്രൂ എ സ്വിമ്മിംഗ് ഡോർ. ഓട്ടോമാറ്റിക് ഡോറുകളാണ്. നെവർ റാപ്പ്. അങ്ങനെ അത് വേണ്ട, അത്രയും മതി. ടേക്ക് വെഹിക്കിൾസ് ത്രൂ സ്വിമ്മിംഗ് ഡോർ. അടുത്ത നോക്കിയേ, എലിവേറ്റർ. എലിവേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ലിഫ്റ്റ്. ലിഫ്റ്റ് ആണ്. Before entering or leaving an elevator with a wheelchair or structure, make sure that floor is at level. ഒന്നാമത്തെ കാര്യം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ നമ്മളാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ലിഫ്റ്റ് കയറുമ്പോൾ നമ്മുടെ കൂട്ടത്തില് പേഷ്യന്റിനെ കൊണ്ട് കയറാറുണ്ട് അല്ലെ. സ്ട്രക്ചറിലോ വീൽ ചെയറിലോ ഒക്കെ ഉള്ള പേഷ്യൻസിനെ കൊണ്ട് കയറാറുണ്ട്. അപ്പൊ അവർ പെട്ടെന്ന് ആ ഫ്ലോറിൽ നിന്ന് നമ്മള് ആ ലിഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ കാര്യം എന്താ? അത് ഫ്ലോർ ലെവലിലാണെന്ന് ഉറപ്പുവരുത്തണം. രണ്ടും സെയിം, ആ ലിഫ്റ്റും ഫ്ലോറും ഒറ്റ ലെവലിലാണെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് വേണം അവരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ, ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. Then the wheelchair is always back first. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ സ്ട്രക്ചറിൽ ഇരുത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ടുവരുന്ന ഒരു പേഷ്യന്റ് ആണ്. അവർ ഇതുവരെ ഉന്തിക്കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ ആ ഏതാണ് എലിവേറ്റർ ലിഫ്റ്റിന്റെ അടുത്ത് വരുമ്പോ അവര് തിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയോ? ആ കൈപ്പിടി ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കിലേക്ക് വലിച്ചേറ്റണം. അല്ലാതെ ഫ്രണ്ടിൽ നിന്ന് ആ തള്ളി കൊണ്ടുപോകുന്ന ആ പൊസിഷനിൽ തന്നെ അങ്ങോട്ട് നേരെ കയറ്റി വിടുകയല്ല ചെയ്യണത്. അതൊക്കെ നമ്മൾ ചിലപ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി
No? No? Okay. ഇപ്പൊ ഓക്കെ ആണോ നിങ്ങള്? ഇവിടെ പെട്ടെന്നേ ഇവിടെ മ്യൂട്ടും ആയിപ്പോയി, ഇവിടുന്ന് മൗസിലൊന്നും ചെയ്തിട്ട് ചെയ്യാനും പറ്റുള്ള സ്റ്റെക്ക് ആയി പോയിട്ടാ. ഓക്കെ, ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറുമ്പോ അവർ ഇങ്ങനെയാണോ ചെയ്യണേന്ന് കൂടി നമുക്ക് അറിയണ്ടേ. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചല്ലോ. എങ്ങനെ വേണം? The wheelchair is always back first. ബാക്കിന്ന് വേണം ആ ലിഫ്റ്റിലേക്ക് അവരെ കയറ്റാൻ, അതായത് എലിവേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ. Before entering or leaving an elevator with a wheelchair or stretcher, make sure that floor is at level. The wheelchair is always back first. ബാക്കിന്ന് വേണം കയറ്റാൻ. ഇനി അടുത്തതാണ് ട്രാൻസ്പോർട്ടിംഗ്. The transport patient's feet first have an assistant guide at the front. Transport patient feet, പേഷ്യന്റിന്റെ ഫീറ്റില്ലേ അത് ആദ്യം നിങ്ങൾ കൊണ്ടുപോകും. ഇതുപോലെ തന്നെ അവർ കൊണ്ടുപോകണം കണ്ടിട്ടില്ലേ? സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുപോകുമ്പോ എവിടെന്നാ അവർ തള്ളുന്നേ? 4 ഇഞ്ച് അവിടെ നിന്നല്ലേ അതായത് തള്ളുന്നതിനല്ല, അതായത് ആ ഫീറ്റ് ആയിരിക്കണം ഫസ്റ്റ് പോകേണ്ടത്. മനസ്സിലായോ? അതായത് കാലായിരിക്കണം ഫ്രണ്ടില്, അപ്പൊ തലയുടെ ഭാഗത്തു നിന്നായിരിക്കും അവര് തള്ളുന്നത്. ഫീറ്റ് വേണം ഫസ്റ്റില് വരാൻ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും. ട്രാൻസ്പോർട്ട് പേഷ്യൻസ് ഫീറ്റ് ഫസ്റ്റ് ഹാവ് ആൻ അസിസ്റ്റന്റ് ഗൈഡ്. പിന്നെ ഫ്രണ്ടില് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഗൈഡ് ഉണ്ടായിരിക്കും. രണ്ടുപേരാണെങ്കിൽ ആളുകളെയൊക്കെ മാറ്റാനും ഇപ്പൊ പെട്ടെന്നൊക്കെ നമ്മളെ എമർജൻസി ആയിട്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പാർക്കിംഗ്. Park the wheelchair or structure out of the way of the traffic at one side of the corridors. അതും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ നടന്നു പോകുന്ന വഴി കൊണ്ടുവന്ന് വീൽചെയറോ സ്ട്രക്ചറോ ഒക്കെ വെറുതെ ഇടാൻ പറ്റുമോ? ഇല്ല അല്ലെ? ആ ട്രാഫിക്കിന്റെ പുറത്ത് അധികം സഞ്ചാരം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ട് വേണം. the one side of the corridors. കോറിഡോർസ് ആ നമ്മുടെ ഇടനാഴി, കോറിഡോർസിന്റെ ഒരു സൈഡിലായിട്ടായിരിക്കണം അത് വെക്കേണ്ടത്. ഒരു റൂം ഇതുണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് കോർണറിൽ, അപ്പൊ പിന്നെ അങ്ങോട്ടൊന്നും അധികം ആളുകൾ പോകണ്ട അല്ലെ. അപ്പൊ വേറെ ആർക്കും ഒന്നും ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി. കോറിഡോർസിന്റെ ഒരു സൈഡിൽ ഒതുക്കി വേണം ഈ സ്ട്രക്ചറും വീൽ ചെയറും പാർക്ക് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? കോൺസുകള് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? വീൽ ബ്രേക്ക് ഇടണം. പിന്നെ സ്ട്രക്ചറിലും വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകുമ്പോൾ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സേഫ്റ്റി ബെൽറ്റുകൾ ഇടണം. പിന്നെ അടുത്തത് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം? ഈ വീൽ ചെയർ, സ്ട്രക്ചർ, കാർട്ട് ഇതൊക്കെ നമ്മൾ സേഫ്റ്റി സ്ലോ ആയിട്ട് മുന്നിലുള്ള വഴി നോക്കി സ്ലോ ആയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഈ റാമ്പിൽ കൂടെ ചെരിഞ്ഞ ഇതിൽ കൂടെ നമ്മൾ സ്ട്രക്ചർ വീൽ ചെയർ കൊണ്ടുപോകുമ്പോൾ ലോവർ സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യണം. ലോവർ സൈഡിൽ നിന്നും കൺട്രോൾ ചെയ്യണം. പിന്നെ ഇവര് കൊണ്ടുപോകുമ്പോൾ ഏത് ഡോറിൽ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞേ? സ്വിംഗിങ് ഡോർ അല്ലെ? ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കുന്ന ഡോറുകൾ, അങ്ങനെയുള്ള ഇതിൽ കൂടെ വേണം കൊണ്ടുപോകാൻ. പിന്നെ ലിഫ്റ്റിൽ കയറ്റുന്ന കാര്യം പറഞ്ഞത്. ലിഫ്റ്റിലേക്ക് കയറ്റുമ്പോൾ ആദ്യം നമ്മളെ ഫ്ലോർ ലെവലിലാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ പേഷ്യന്റിനെ ലിഫ്റ്റിന്റെ അകത്തേട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വീൽ ചെയർ എങ്ങനെയാ? ബാക്കിന്ന് വേണം കയറ്റാനായിട്ട്. wheelchair is always back first. പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും എന്താണ്? സീറ്റ് വേണം മുന്നിൽ പോകാൻ അല്ലെ? പിന്നെ ഒരു അസിസ്റ്റന്റ് ഗൈഡും ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത ലാസ്റ്റ് പോയിന്റിൽ പാർക്ക് ചെയ്യുമ്പോൾ വീൽ ചെയർ, സ്ട്രക്ചർ ഒക്കെ പാർക്ക് ചെയ്യുമ്പോൾ ആ ട്രാഫിക്കിന്റെ പുറത്ത് കോറിഡോർസിന്റെ ഒരു സൈഡിലായിട്ട് വേണം പാർക്ക് ചെയ്യാൻ. ക്ലിയർ അല്ലേ പാർക്കിങ്? ഓക്കെ, ഇനി നെക്സ്റ്റ്. ഇനി നിങ്ങൾക്ക് അടുത്തത് ഇപ്പൊ സി ഇല്ലല്ലോ. നമുക്ക് അവിടെ എയും ഡിയും പറഞ്ഞു, സി ഇല്ല, നമ്മള് സീന്ന് എഴുതി. അടുത്തത് ഡി ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. അത് തന്നെ ഡി തന്നെയാണ്. എന്ന് പറഞ്ഞുള്ളൂ. സേഫ്റ്റി എഗനസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ്.
സേഫ്റ്റി എഗനസ്റ്റ് ട്രിപ്പ് ആൻഡ് ഫോൾസ്. വീഴാറില്ലേ? വീണിട്ടുള്ളവരില്ലേ ഇവിടെ? ട്രിപ്പ് ആവുക, നമ്മള് വീഴാറൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? ഒന്നാമത്തെ നോക്കിയേ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഗ്യാദർ ഓഫ് ദ ലിറ്റിൽ തിങ് ഓൺ ദ ഫ്ലോർ ലൈക്ക് ബനാന പീലിംഗ്, ഫ്ലവർ പെറ്റൽ, പെൻസിൽ, ബ്രോക്കൺ ഗ്ലാസസ് അല്ലെ? ഇതൊക്കെ തട്ടിയായിരിക്കും മിക്കവാറും വീഴാൻ. പഴമൊക്കെ തിന്നിട്ട് വേണമെങ്കിൽ ബനാന പീലിംഗ്, പഴത്തിന്റെ തൊലി ഫ്ലോറിൽ കിടന്നു കഴിഞ്ഞാല് തൊണ്ടി ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ നേരെ സ്ലിപ്പായി പോകാം. ഫ്ലവറിന്റെ പെറ്റല്, പെൻസില് അല്ലെ? പിള്ളേരുകളൊക്കെ ഉള്ള വീട്ടില് പെൻസിലൊക്കെ എടുത്തിട്ട് വെറുതെ തറാക്കടയൊക്കെ വരച്ചിടും. അവരൊന്നും അടിക്കുന്നത് വെക്കും. നമ്മൾ അറിയാതെ തിരക്ക് പിടിച്ചൊക്കെ പോവുകയാണെങ്കിൽ അല്ലെ, അറിയാതെ ചവിട്ടി കഴിഞ്ഞാൽ റൂള് പോലെ അല്ലെ ഉരുണ്ട് കിടക്കുന്ന സാധനം അറിയാതെ ചവിട്ടി കഴിഞ്ഞാൽ സ്ലിപ്പായി പോകാം. പിന്നെ അതുപോലെ തന്നെ ബ്രോക്കൺ ഗ്ലാസസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വീഴാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ഫ്ലോറിൽ നിന്ന് അത് ശേഖരിക്കണം. ഒന്നാമത്തെ കാര്യം, ഫ്ലോറിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശേഖരിക്കണം. വീണിട്ടുണ്ട് ആരെങ്കിലും പിള്ളേരൊക്കെ ഇത് പെൻസിലൊക്കെ വരച്ച് നിർത്തിയിട്ടിട്ട് അത് ചവിട്ടിയിട്ട് അത് വീണിട്ടില്ല? യെസ്, ഓക്കെ. ശ്രീജ വീണിട്ടുണ്ട് അല്ലെ? അതിനേ നേരമുള്ളൂ. നാല് ശരണ്യ രഞ്ജിത്താണ് കേട്ടോ മെസ്സേജ് ഇട്ട്. അതിനേ നേരമുള്ളത്. ഈ പിള്ളേരോട് അതൊക്കെ അടക്കി എടുത്ത് വെക്കാൻ പറയണം കേട്ടോ. അമ്മ ഇപ്പൊ പല പ്രാവശ്യമായി വീഴണ്. അപ്പൊ അതുകൊണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് പറക്കിയെടുത്ത് വെച്ചോളാം പറഞ്ഞേര്. ഓക്കെ. അപ്പൊ അതൊക്കെയാണ് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്ലോറിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഫ്ലോറിൽ നിന്ന് ശേഖരിക്കണം. അത് ക്ലീൻ ആക്കണം, ഫ്ലോർ ക്ലീൻ ആക്കണം. അടുത്ത് നോക്കി, ക്ലീൻ ലിക്വിഡ് സ്പിൽ ഇൻസ്റ്റന്റ്ലി, ബ്ലോക്ക് ഓഫ് ദ ഏരിയ അണ്ടിൽ ഇറ്റ് ഈസ് ക്ലീൻഡ്. ഇനി എന്തെങ്കിലും ലിക്വിഡ്സ് ഒക്കെ തറയിൽ വീഴുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളം ആയിക്കോട്ടെ, വെള്ളോ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ലിക്വിഡ്സ്, അത് വേഗം തന്നെ നമ്മൾ ഓയിൽ ആയിക്കോട്ടെ, ഓയിലൊക്കെ ആണെങ്കിലും അപ്പൊ ഉടനെ തന്നെ നമ്മൾ അത് ക്ലീൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതായത് നമ്മൾ ആ ക്ലീൻ ചെയ്യുന്നത് വരെയും ആ ഏരിയ ബ്ലോക്ക് ഓഫ് ചെയ്യണം. അത് അവിടെ അടച്ചു വെക്കണം. അങ്ങോട്ടേക്ക് ആരെയും കടത്തി വിടരുത്. ഞാൻ വീട് എന്നാ ഇനി അടുത്ത ആള് വീഴട്ടെ എന്ന് വിചാരിക്കല്ല ചെയ്യണ്ടേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ആരും പോവാത്ത രീതിയിൽ അതൊന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് വേഗം തന്നെ ഫ്ലോർ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം അത് മാറ്റുക. അതാണ് ഉടനടി തന്നെ. അത് പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കരുത്. ഇൻസ്റ്റന്റ്ലി, തൽക്ഷണം ആ ലിക്വിഡ് വീണത് ക്ലീൻ ചെയ്യണം. ഇനി ക്ലീൻ ചെയ്യുന്നത് വരെയും ആ ഏരിയ എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം. ഓക്കെ. ഇനി അടുത്ത് നോക്കിയാൽ, keep drawers and the cabinet door closed, especially the door of walls overhead mounted cabinets. അല്ലെ? ഡ്രോയറുകള്, ക്യാബിനറ്റിന്റെ ഡോറ് ഇതൊക്കെ ക്ലോസ് ചെയ്ത് വയ്ക്കണം അല്ലെ? ഡ്രോയറൊക്കെ ചിലപ്പോ അത് പെട്ടെന്ന് തിരക്ക് പിടിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അത് അടച്ചില്ലെങ്കിലും, ഡ്രോയർ അടച്ചില്ലെങ്കിൽ തുറന്നെടുക്കുകയാണെങ്കിൽ നമ്മൾ ഓടിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. ക്യാബിനറ്റിന്റെ ഡോർ ഇതൊക്കെ ക്ലോസ് ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് പറയാണ് അവിടെ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളത്, ബർത്തില് മുകളിലൊക്കെ വെച്ചേക്കണം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിലേ നമ്മളൊക്കെ പോകുമ്പോ നമ്മുടെ തലയൊക്കെ അതിനകത്ത് വേണമെങ്കിൽ തുറന്നിരിക്കുകയാണെങ്കിൽ ഇടിക്കാം. പ്രത്യേകിച്ച് പറഞ്ഞേക്കാണ് വാൾ ഓവർഹെഡ് മൗണ്ടഡ് ഒബ്ജക്ട്സ്, തലയ്ക്ക് മുകളിലുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന അവിടുത്തെ ക്യാബിനറ്റ്, അതിന്റെ ഡോറ് കാര്യങ്ങൾ, ഡ്രോയർ ഇതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിടണം. ഇതെന്തിനാ? നമ്മള് വീഴാതെയും തെന്നിപ്പോകാതെയൊക്കെ ഇരിക്കാനുള്ള സേഫ്റ്റി മെഷേഴ്സ് ആണ് കേട്ടോ. അടുത്തതാണ് ബിവെയർ ഓഫ് ഇലക്ട്രിക് കോഡ്സ്. ഇലക്ട്രിക് വയറുകളില്ലേ? പിന്നെ ഇലക്ട്രീഷ്യൻ പണിയോ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, വയറൊക്കെ ഇലക്ട്രിക് വയറുകളൊക്കെ അറിയാതെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലും തട്ടി വീഴാൻ സാധ്യതയുണ്ട് നമ്മള് അല്ലെ? യു മേ ഈസിലി ട്രിപ്പ്, പെട്ടെന്ന് എളുപ്പത്തില് ട്രിപ്പ് ആവാനുള്ള ഇതുണ്ട്. പ്ലേസ് ദം ഔട്ട് ഓഫ് ദ വേ, ഇത് നമ്മുടെ ആ വഴിയുടെ പുറത്ത് മാറ്റിരിക്കണം. ഇലക്ട്രീഷ്യന്മാരും ഒക്കെ പണിതിട്ട് ഇതൊക്കെ പോകുമ്പോ വയറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അതൊക്കെ ഇങ്ങനെ വലിഞ്ഞു കിടക്കുകയാണെങ്കിൽ അറിയാതെ നമ്മള് ശ്രദ്ധയില്ലാതെ ചിലപ്പോ പോകുമ്പോഴ് ഷോക്ക് അടിക്കും. ശരി, എന്നാലും ആ വയറിൽ തട്ടി വീഴാനും സാധ്യതയുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ അതൊക്കെ എളുപ്പത്തിൽ വീഴാൻ സാധ്യതയുള്ളതാണ്. പ്ലേസ് ദം ഔട്ട് ഓഫ് ദ വേ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ ഇലക്ട്രിക് ഇതിന്റെ ഷോക്കിന്റെ കാര്യമൊക്കെ പഠിക്കാനുണ്ട്. അടുത്ത സെക്ഷനിൽ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇതിപ്പോ വീഴാതെയും തെന്നാതെയും ഒക്കെ നമുക്ക് എന്തൊക്കെ സേഫ്റ്റി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ വയറുകൾ മാറ്റുക, തട്ടി വീഴാതെ നമുക്ക് മാറ്റാറുണ്ട്.
ഇനി ഡു നോട്ട് യൂസ് ഫിംഗേഴ്സ് ടു കളക്ട് ദ ബ്രോക്കൺ ഗ്ലാസസ്. ഈ ഗ്ലാസ് ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ പൊട്ടിപ്പോകാറുണ്ട് അല്ലെ, പ്ലേറ്റ് ഗ്ലാസ് ഇതൊക്കെ ചില്ലിന്റെ എന്തെങ്കിലും പിള്ളേരൊക്കെ ആണെങ്കിൽ എടുത്തൊക്കെ ചിലപ്പോൾ പൊട്ടാറുണ്ട്. ആ പൊട്ടിപ്പോയ ഗ്ലാസ് നമ്മള് കൈ കൊണ്ട് പറക്കരുത് കേട്ടോ. ഡു നോട്ട് യൂസ് ഫിംഗേഴ്സ്, നമ്മൾ കൈകൾ ഉപയോഗിക്കരുത്. എന്തിനെ? ടു കളക്ട് ദ ബ്രോക്കൺ ഗ്ലാസസ്, പൊട്ടിപ്പോയ ഗ്ലാസുകൾ കളക്ട് ചെയ്യാനായിട്ട് ഫിംഗേഴ്സ് ഉപയോഗിക്കരുത്. അപ്പൊ പിന്നെ എന്ത് ഉപയോഗിച്ചെടുക്കണ്ടേന്ന് നോക്കിയേ, യൂസ് എ ബ്രഷ് ഓർ പാൻ ഇൻസ്റ്റഡ്. അതിന് പകരം ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാൻ കൊണ്ടോ ഒക്കെ വേണം എടുക്കാനായിട്ട്. ഓക്കെ, യൂസ് എ ബ്രഷ് ഓർ പാൻ ഇൻസ്റ്റഡ്. ബ്രഷോ അല്ലെങ്കിലോ പാനോ അതുകൊണ്ട് വേണം എടുക്കാനായിട്ട്. ഓക്കെ, ഇനി നോക്കിയേ, ടേക്ക് വൺ സ്റ്റെയർ അറ്റ് എ ടൈം. എല്ലാ സമയത്തും ഒരു സ്റ്റെയർ കയറണം. ചെയ്യാറുണ്ടോ? ചിലരൊക്കെ മിക്ക ക്ലാസ്സിൽ ഞാൻ ചോദിക്കുക, അപ്പൊ അവര് പറയും മിസ്സേ രാവിലെ തിരക്കായതുകൊണ്ട് 2 സ്റ്റെപ്പ് ചാടിയേ കയറുന്നേന്ന്. കയറാറുണ്ടോ? നമുക്ക് പെട്ടെന്ന് കയറാൻ വേണ്ടി ചിലപ്പോ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ ലിഫ്റ്റ് കിട്ടിയില്ല, അപ്പൊ നമ്മള് സ്റ്റെപ്പ് കയറി പോകണമെങ്കിൽ ചിലരൊക്കെ 2 സ്റ്റെപ്പ് ചാടിപ്പോകും. അങ്ങനെ കയറാൻ പാടില്ല. നമ്മൾ എന്താ നമ്മള് തട്ടിയൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഉണ്ട്. അതേമാതിരി ഇത് ഞാനും കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേ വരെ ഞാൻ കയറാറുണ്ട്. ഇത് ഇങ്ങനെ നമുക്ക് അറിയാം അങ്ങനെ കയറാൻ പാടില്ല എന്ന് കിട്ടിയപ്പോ ഞാൻ അങ്ങനെ കയറാൻ നോക്കാറില്ല. ഓക്കെ, നമ്മൾ തിരക്ക് ഇതുകൊണ്ടാണ് കയറിയിട്ടുണ്ട്. നമ്മൾ കയറാറുണ്ട്, 2 സ്റ്റെപ്പ് ഒക്കെ ചാടി കയറാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ കയറിയിട്ടുണ്ട് കണ്ടോ, ഞാൻ കയറിയിട്ടുണ്ട് കുറച്ച് വന്നിട്ട്. നമ്മളുള്ള കാര്യം പറഞ്ഞാൽ പോരെ, നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ കയറാറില്ല. ഓൾവേസ് യൂസ് ഹാൻഡ് വൈൽ വാക്കിംഗ് അപ്പ് ഓർ ഡൗൺ ദ സ്റ്റെയറില്. അടുത്ത പോയിന്റ് കേട്ടോ. അപ്പൊ അതിന് മുന്നോട്ടത് പറഞ്ഞല്ലോ, ഫിംഗേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല, ബ്രഷോ അല്ലെങ്കിൽ പാഡ് ഉപയോഗിക്കണം. പിന്നെ അടുത്ത് പറഞ്ഞേക്കാണ് ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽ. പോയിന്റ് തന്നെയല്ലേ, ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കണം. ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കണം. എന്താണ്? വൈൽ വാക്കിംഗ് അപ്പ് ഓർ ഡൗൺ ദ സ്റ്റെയർ. സ്റ്റെയറിൽ കൂടെ നമ്മൾ കയറും ഇറങ്ങും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്? ഹാൻഡ് റെയിൽ ഉപയോഗിക്കണം. അത് നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഹാൻഡ് റെയിൽ പിടിക്കാതെ കയറി പോകുമ്പോ നമ്മൾ ചിലപ്പോ നമുക്ക് കൈ ഒരു പിടിത്താൻ ചിലപ്പോ കിട്ടൂല. അപ്പൊ വെള്ളം മറിഞ്ഞൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ ഹാൻഡ് റെയിൽസ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഇനി ഉപയോഗിക്കാത്തവരൊക്കെ ഉപയോഗിച്ചോട്ടോ. ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽസ് വൈൽ വാക്കിംഗ് അപ്പ് ഓർ ഡൗൺ ദ സ്റ്റെയർ. അതൊക്കെ അണ്ടർലൈൻ ചെയ്തോ. ഒക്കെ ചെയ്യണേ കുഞ്ഞു ഇതായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇനി പ്ലേസ് ഒബ്ജക്ട്സ് കെയർഫുള്ളി ഓവർ ഹെഡ്. നമുക്ക് നമ്മുടെ തലയ്ക്ക് മുകളിൽ വെച്ചേക്കുന്ന വസ്തുക്കളില്ലേ, അത് നമ്മള് എന്താണ്? നമ്മൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ എടുത്തു വെക്കണം. ഒബ്ജക്ട് വിച്ച് ആർ കെപ്റ്റ് കെയർലെസ്ലി. നമ്മൾ ശ്രദ്ധയില്ലാതെ വെക്കുമ്പോൾ അതിപ്പോ നമ്മുടെ അറ്റത്തൊക്കെ കൊണ്ടുവന്ന് പെട്ടെന്ന് ഇങ്ങനെ വെക്കുമ്പോ ചിലപ്പോ വേണമെങ്കിൽ താഴെ വീഴാം, നമുക്ക് ആളുകൾക്ക് മുറിവ് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ തലയ്ക്ക് മുകളിൽ വെക്കുന്ന വസ്തുക്കൾ പ്രത്യേകിച്ചും എന്താണ്? വളരെ ശ്രദ്ധിച്ച് തന്നെ വെക്കണം. അത്രയ്ക്കാണ് സേഫ്റ്റി എഗനസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾ. ട്രിപ്പാവാതെ, തെന്നിപ്പോകാതെ, വീഴാതെ ഒക്കെ അതിനെതിരായിട്ട് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ പറ്റും. ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. കേട്ടോ. ഞാൻ പിന്നിങ് ഓഫ് ഫ്ലോർ, പെറ്റില് പെൻസിൽ, ബ്രോക്കൺ ഗ്ലാസ് ഇതൊക്കെ തറയിൽ കിടക്കുന്നത് കണ്ടാൽ ഉടനെ നമ്മൾ ശേഖരിക്കണം. എന്തെങ്കിലും ലിക്വിഡ്സ് തറയിൽ വീഴുവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്നത് വരെയും ആ ഏരിയ അടച്ചു വെക്കണം, ബ്ലോക്ക് ചെയ്യണം. പിന്നെ അടുത്തത് നമുക്ക് തലയ്ക്ക് മുകളിലുള്ള പ്രത്യേകിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ഡ്രോയറുകള്, ക്യാബിനറ്റ് ഡോർ ഇതൊക്കെ അടച്ചു വെക്കണം. പ്രത്യേകിച്ച് തലയ്ക്ക് മുകളിലുള്ള അങ്ങനെയുള്ള ക്യാബിനറ്റ് ഡോറുകളും ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് സൂക്ഷിക്കണം, അത് അടച്ചു വെക്കണം. പിന്നെ അടുത്തത് ഇലക്ട്രിക് കോഡുകള്, ഇലക്ട്രിക് വയറുകളിൽ നമ്മൾ സുരക്ഷ പാലിക്കണം. ഇവയെ നമ്മൾ ശ്രദ്ധ കാണിക്കണം. അതൊക്കെ ഇലക്ട്രിക് വയറുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തെന്നി വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് വഴിക്ക് പുറത്ത്, നമ്മൾ നടക്കുന്ന വഴിയുടെ പുറത്തു നിന്ന് മാറ്റി വെക്കണം. പിന്നെ പൊട്ടിപ്പോയ ഗ്ലാസുകൾ പറക്കാനായിട്ട് ഫിംഗേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ബ്രഷോ പാനോ ഉപയോഗിക്കണം. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ. പിന്നെ ഒറ്റ സമയം ഒരു സ്റ്റെപ്പ് മാത്രമേ
കയറാൻ പാടുള്ളൂ. ടേക്ക് 1 സ്റ്റെയർ അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു സ്റ്റെപ്പ് മാത്രമേ കയറാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇത് നമ്മൾ സ്റ്റെയറിൽ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കണം. ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽ. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽ വൈൽ അപ്പ് ഓർ ഡൗൺ ദ സ്റ്റെയർ. ഇനി അടുത്തത് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള വസ്തുക്കൾ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിച്ച് തന്നെ വെക്കണം. ക്ലിയർ ആയില്ലേ പോയിന്റ്സ്? ഇനി നെക്സ്റ്റ് വരുന്നത് സേഫ്റ്റി ഇലക്ട്രിക് ഗുഡ്സ് ആണ്. ഇനി ഇലക്ട്രിക് ആയിട്ടുള്ള സാധനങ്ങൾ, അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് സേഫ്റ്റി സുരക്ഷ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഷോക്ക് അടിച്ചേണ്ട ആർക്കെങ്കിലും? ഷോക്ക് അടിച്ചേണ്ടോ? ഉണ്ട് അല്ലെ? ഷോക്ക് അടിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടായിരിക്കും ഷോക്ക് അടിച്ചേക്കണേ അല്ലെ? എന്തൊക്കെയാന്ന് നോക്കിയാ. അപ്പൊ അങ്ങനെ ഷോക്ക് ഒക്കെ അടിക്കാതെ നമുക്ക് ഇലക്ട്രിക് സാധനങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ സേഫ്റ്റി മെഷേഴ്സ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, പ്രിവെന്റ് വെറ്റ്നസ് നിയർ സ്വിച്ചസ് വയറിംഗ് അപ്ലയൻസസ്. സ്വിച്ചുകളുടെ സമീപത്ത്, വയറിംഗ് ഉപകരണങ്ങളുടെ സമീപത്ത് ഒക്കെ ആ ഈർപ്പം, ആ വെറ്റ്, ആ നനവിനെ തടയുക. അല്ലെ? നമ്മൾ ചിലപ്പോ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് പെട്ടെന്ന് സ്വിച്ച് ഇടുന്നതായിരിക്കും. ചിലപ്പോ അതിന് ഷോക്ക് വരാം. എന്താ, നമ്മുടെ കയ്യിൽ ആ കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ആ നനവ് ഉണ്ടാവാം, വെറ്റ്നസ് ഉണ്ടാവാം. അല്ലെ? നമ്മുടെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈദ്യുതി സിമ്പിൾ ആയിട്ട് കടന്നു പോകുന്നതല്ലേ, വൈദ്യുതിനെ കടത്തിവിടുന്ന സാധനമല്ലേ. അപ്പൊ പെട്ടെന്ന് ഷോക്ക് അടിക്കാം നമുക്ക്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, സ്വിച്ചുകളുടെ സമീപത്ത് വയറിംഗ് ഉപകരണങ്ങൾ, അപ്ലയൻസസ് എന്ന് പറഞ്ഞ ഉപകരണങ്ങൾ, വയറിംഗ് ഉപകരണങ്ങളുടെ സമീപത്തൊക്കെ ഈർപ്പത്തെ തടയുക, പ്രിവെന്റ് ചെയ്യുക. രണ്ടാമത്തെയാണ് പ്രൊട്ടക്ട് കോഡ്സ്. കോഡുകളെ സംരക്ഷിക്കുക. പ്രൊട്ടക്ട് കോഡ്സ്, കോഡുകൾ സംരക്ഷിക്കുക. ഹീറ്റ് ആൻഡ് ഓയിൽ അബ്യൂസ് വിൽ ഡാമേജ് ഇലക്ട്രിക് ഇൻസുലേഷൻ. ചൂടാകുമ്പോൾ ഇലക്ട്രിക് വയറൊക്കെ ചൂടായി കഴിഞ്ഞാൽ അത് പുറമെയുള്ളത് ആ പ്ലാസ്റ്റിക് ആ ഒരു ഇതല്ലേ, അത് പോകാം. അതിന്റെ ഉള്ളിലല്ലേ ആ മെറ്റല് വയറ്, നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ എന്നൊരു ഉരുകി പോകാം അല്ലെ? ചൂടടിച്ച് ഉരുകി. ഓയില് എന്തെങ്കിലും അങ്ങനെ അബ്യൂസ് ഇത് കാര്യങ്ങൾ ദുരുപയോഗമൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെയുള്ള ആ കോഡുകൾക്ക് ദോഷം വരുത്തുന്ന അല്ലെങ്കിൽ ഡാമേജ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങള്, ഇലക്ട്രിക് ഇൻസുലേഷന് ഡാമേജ് ആക്കുന്ന, അതിന്റെ ആ ഇൻസുലേഷന് ഡാമേജ് ആവാം. അങ്ങനെയൊക്കെ അങ്ങനെ വരാതെ ആ കോഡുകളെ, ഇലക്ട്രിക് വയറുകളെ പ്രൊട്ടക്ട് ചെയ്യുക. ഡാമേജ് ഇലക്ട്രിക് ഇൻസുലേഷൻ. ഇപ്പൊ ചൂടൊക്കെ അടിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അടുക്കളയിലൊക്കെ ആണെങ്കിൽ അടുപ്പൊക്കെ അല്ലെങ്കിൽ വിറകടുപ്പൊക്കെയാണ്, അതിന്റെ അടുത്ത് വയറൊക്കെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്ഥിരമായിട്ട് അവിടെ ചൂടടിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക് ഇൻസുലേഷന് ഇത് പറ്റാം. ഇൻസുലേഷൻ പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഷോക്ക് അടിക്കാം. അപ്പൊ അതിൽ നിന്ന് കോഡുകളെ സംരക്ഷിക്കണം. കോഡ് എന്ന് പറഞ്ഞ വയറുകൾ, ഇലക്ട്രിക് വയറുകളെ സംരക്ഷിക്കണം. Inspect codes, plug switches and outlets regularly to make sure that they are not damaged. പിന്നെ ഒരു കാര്യം, ഇലക്ട്രിക് വയറുകള്, പ്ലഗുകള്, സ്വിച്ചുകള്, ഔട്ട്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്ലഗ് ഒക്കെ കുത്തുന്ന ഇതില്ലേ, നമുക്ക് വൈദ്യുതി പുറത്തേക്ക് വിടുന്ന പ്ലഗ്, അതൊക്കെ നമ്മള് പതിവായിട്ട് പരിശോധിക്കണം. അതിന് വേറെ ഡാമേജ് ഒന്നും ഇല്ല എന്നുള്ളത് പതിവായിട്ട് പരിശോധിക്കണം, റെഗുലറായിട്ട്. To make sure that they are not damaged. ഇപ്പൊ ഒരു സ്വിച്ച് ഒക്കെ വല്ല അടങ്ങിയിരിക്കുന്ന സ്വിച്ച് ആണോ, അല്ലെങ്കിൽ പൊട്ടിപ്പോയതാണോ, പ്ലഗിന് വല്ല ലൂസ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളെ വയറിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ അധികം മൂലമുണ്ടാകുന്ന അപകടങ്ങളെ ഒഴിവാക്കാൻ പറ്റൂലേ അത്. ഇനി റിപ്പോർട്ട് ഇലക്ട്രിക് ഫോൾട്ട് ഇൻസ്റ്റന്റ്ലി. ഇനി എന്തെങ്കിലും ഇലക്ട്രിക് തകരാറുകൾ ഉണ്ടായാൽ ഉടനടി തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. ഇലക്ട്രിക് ഫോൾട്ട് ഉടനടി റിപ്പോർട്ട് ചെയ്യണം. ഇൻസ്റ്റന്റ്ലി എന്ന് പറഞ്ഞാൽ തൽക്ഷണം. റിപ്പോർട്ട് ഇലക്ട്രിക് ഫോൾട്ട് ഇൻസ്റ്റന്റ്ലി. തൽക്ഷണം ഇലക്ട്രിക് ഫോൾട്ടുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യുക. എ സ്മോൾ ഷോക്ക്, ഇത് ചെറിയ ഷോക്കോ അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ്, അമിതമായിട്ട് ചൂടാവോ, അല്ലെങ്കിൽ സ്പാർക്ക് വരുമോ, അല്ലെങ്കിൽ ഓർ നോയിസ്, എന്തെങ്കിലും ശബ്ദങ്ങൾ വരുമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ഒരു അർജന്റ് വാർണിംഗ് ആണ്. അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് അതിന് പറയാൻ പറ്റുമല്ലോ. അപ്പൊ അത് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്. നമ്മൾ അറിയാതെ സ്വിച്ച് ഇട്ട് ഒരു ഷോക്ക് വന്നു, അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ, ആ സ്വിച്ചിന് ഒരു കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാണ് ഷോക്ക് അടിച്ചേ. അല്ലെങ്കിൽ ചിലപ്പോൾ സ്വിച്ചുകളൊക്കെ ഇടുമ്പോൾ ഓവർ ഹീറ്റിംഗ്, ചൂടാകാം.
അപ്പോഴും നമ്മൾ എന്ത് മനസ്സിലാക്കണം, അത് ഫോൾട്ട് ഉണ്ട്. സ്പാർക്ലിംഗ്, അതിന് സ്പാർക്ക് വരാം, തീപ്പിന്നൽ പോലെ അല്ലെ, തീ ഇങ്ങനെ വരുന്ന പോലെ സ്പാർക്ക് പോലെ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടണ ചീറ്റണ ശബ്ദങ്ങൾ കേൾക്കാം. ഇതെല്ലാം നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ ഇലക്ട്രിക് ഫോൾട്ട് അത് റിപ്പോർട്ട് ചെയ്യണം. ഇനി ആവട്ടെ നാളെ ആവട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും അപകടങ്ങൾ പറ്റാം. അപ്പൊ കാണുമ്പോ അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അടുത്ത് നോക്കിയേ, ഡു നോട്ട് യൂസ് ആൻ ഇലക്ട്രിക് ഔട്ട്ലെറ്റ് when the plug does not fit accurately. നമ്മൾ പ്ലഗ് ഇങ്ങനെ കുത്തുമ്പോഴേ ആ ഔട്ട്ലെറ്റ് ലൂസ് ആണെങ്കിൽ, പ്ലഗ് കുത്താറില്ലേ, അപ്പൊ ഔട്ട്ലെറ്റ് ലൂസ് ആണ്, എന്തിനാ അത് ഫിറ്റ് അല്ല, കൃത്യമായിട്ട് അത് ഫിറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഔട്ട്ലെറ്റ് ചേഞ്ച് ചെയ്യണം. പ്ലഗ് ഡസ് നോട്ട് ഫിറ്റ് ആക്കുറേറ്റ്ലി, ആ പ്ലഗ് നമ്മൾ കുത്തുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് അല്ല, അത് ലൂസ് ഒക്കെ ആണെങ്കിലേ നമ്മൾ ഉടനെ തന്നെ ഔട്ട്ലെറ്റ് ചേഞ്ച് ചെയ്യണം. ഇങ്ങനെ ലൂസ് ഒക്കെ ഉള്ളതൊക്കെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങളൊക്കെ പറ്റാം. Do not use an electric outlet when the plug does not fit accurately. ആ പ്ലഗ് കറക്റ്റ് ആയിട്ട് ഫിറ്റ് അല്ലെങ്കിൽ ആ ഔട്ട്ലെറ്റ് ഉപയോഗിക്കാൻ പാടില്ല, അത് ചേഞ്ച് ചെയ്യണം. അടുത്ത നോക്കിയേ, when connecting and disconnecting the equipment, turn down on off switches to off position. ഏത് പൊസിഷനിലായിരിക്കണം? ഓഫ് പൊസിഷനിലായിരിക്കണം. ആരെങ്കിലും ചെയ്യാറുണ്ടാവും അല്ലെ? നമ്മൾ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ കുത്തിയിടും, അയ്യോ പെട്ടെന്ന് ഫോൺ വരുമ്പോഴത്തേക്ക് നേരെ അങ്ങ് എടുത്തോണ്ടോ, ചിലപ്പോ ആ പ്ലഗ് ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ആ പ്ലഗ് ഇങ്ങനെ ചിലപ്പോ ഊരിയെടുക്കും, ചിലപ്പോ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടാവണമെന്നില്ല ചിലപ്പോ. അത് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും എങ്ങനെയായിരിക്കണം, ഓൺ ഓഫ് സ്വിച്ച് ഓഫ് പൊസിഷനിലായിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഇത് കണക്ട് ചെയ്യാനോ എല്ലാവരും മറക്കും അല്ലെ, ഓൺ ആക്കാൻ മറക്കും, ഓഫ് ആക്കാൻ മറക്കൂല. അങ്ങനെ നിങ്ങൾ ചെയ്യാറില്ലേ? ചിലപ്പോഴൊക്കെ നമ്മളെ കുത്തിയിട്ടേക്കായിരിക്കും, പെട്ടെന്ന് തിരക്ക് പിടിച്ച് ചിലപ്പോ അത് വേഗം എടുത്തോണ്ടോ, അപ്പൊ ചിലപ്പോ സ്വിച്ച് ഓൺ ആയി കിടക്കായിരിക്കും. ചെയ്യാറുണ്ട്. എന്റെ ഹസ്ബൻഡ് വിളിച്ചാലേക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ വിളിച്ച് ചീത്ത അറിയില്ല, ഇപ്പൊ നോക്കിയ സ്വിച്ച് ഓഫ് ചെയ്യാതെ ഫോൺ എടുത്തോണ്ട് പെട്ടെന്ന് അർജന്റ് ആയിട്ടൊക്കെ ആണെങ്കില് ചിലപ്പോ പെട്ടെന്ന് ഫോൺ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടായിരിക്കും, പ്ലഗ് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നേ, സ്വിച്ച് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നേ. ഫോൺ വരുമ്പോ വേഗം എടുത്തോണ്ടു, ഇത് ഓഫ് ചെയ്യൂല, ഓഫ് ചെയ്യാതെ അങ്ങനെ. അപ്പൊ അത് എപ്പോഴും ഏതാണ്, ഓഫ് പൊസിഷനിലായിരിക്കണം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. Connecting and disconnecting equipments, turn the on off switches to dash position. ഏത് പൊസിഷനിലാ? എപ്പോഴും ഓഫ് പൊസിഷനിലായിരിക്കണം. ഇനി make sure that the equipment is properly grounded. ഇനി നമ്മൾ എല്ലാ ഉപകരണങ്ങളും പ്രോപ്പർ ഗ്രൗണ്ടിൽ ഉറപ്പാണ്, തറനിരപ്പിലാണ്, നമ്മൾ അവിടെ എവിടെയും ചെരിച്ചോ അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. അത് ഓക്കെയാണ്, ഫ്ലോർ ലെവൽ ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം. 3 wire ground plugs are a good protection. ഏത് പ്ലഗ്? 3 പിന്നാണോ 2 പിന്നാണോ കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ നല്ലത്? 3 wire ground plug are good protection. 3 പിൻ തന്നെയാണ്. Keep wire lamps, then keep wires lamps. ഫയർ ലാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ കണ്ടിട്ടില്ലേ, LED മറ്റു സംഭവങ്ങളൊക്കെ ആലമൺ പോലെ ഇങ്ങനെ ഓണതൊക്കെ വയറ് ലാമ്പ് അങ്ങനെ. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാലേ നമ്മൾ കർട്ടൻ ആൻഡ് ഫ്രീ ഫ്രം കോണ്ടാക്ട് വിത്ത് കർട്ടൻസ്, ഫർണിച്ചർ, പാക്കിംഗ് മെറ്റീരിയൽ, ഇതിനോടൊക്കെ ഫ്രീ ആയിരിക്കണം. പെട്ടെന്ന് തീയൊക്കെ വല്ല സ്പാർക്ക് വന്നിട്ട് കർട്ടനൊക്കെ ഇട്ടേക്കാണെങ്കിൽ അതിലേക്കൊക്കെ കയറി സ്പാർക്ക് വന്നിട്ട് എല്ലാം ഇങ്ങനെ കത്ത് പിടിക്കും അല്ലെ, കത്തൊക്കെ പിടിക്കും. അപ്പൊ അതൊക്കെ നമ്മള് എന്തെങ്കിലും വയർ ലാമ്പൊക്കെ അങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യണം. വയർ ലാംപ്സിനെയൊക്കെ നമ്മൾ അത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. പിന്നെ അടുത്തത് do not use any portable electrical equipments until the engineering department checking for the safety. ഇനി നമ്മള് പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെ, ലാപ്ടോപ്പ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കൊണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുന്നതാണ്. പവർ ബാങ്ക്, ശരി, പവർ ബാങ്ക്, ഇതൊക്കെ നമ്മൾ കയ്യിൽ കൊണ്ടെടുക്കുന്ന സാധനം. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും കയ്യിൽ പിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെക്കണേ ഉള്ളൂ.
ഇത് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ് പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്. ഇത് ആ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നത് വരെ നമ്മൾ അത് കയ്യിൽ കൊണ്ട് നടക്കുന്ന എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാൻ പാടില്ല. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് സേഫ്റ്റി ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അത്രയാണ് സേഫ്റ്റി ഇലക്ട്രിക് ഗുഡ്സിൽ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്നാ ചോദിക്കാം കേട്ടോ. സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കംസ് അണ്ടർ ദ സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്. ഏത് പോയിന്റ്സ് കണ്ടാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ല. ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് എന്താ? പ്രിവെന്റ് വെറ്റ്നസ്, ഈർപ്പത്തെ തടയുക. എവിടെ നിന്ന്? നിയർ സ്വിച്ചസ്, സ്വിച്ചിന്റെ വയറിംഗ് അപ്ലയൻസസ് എന്ന് പറഞ്ഞ വയറിംഗ് ഉപകരണങ്ങളില്ലേ, അപ്ലയൻസസ് എന്ന് പറഞ്ഞ ഉപകരണങ്ങളാണ്. വയറിംഗ് ഉപകരണങ്ങള്, സ്വിച്ച്, ഇതിന്റെ അടുത്തൊന്നും ഈർപ്പുണ്ടാകാൻ പാടില്ല. നമ്മൾ പറഞ്ഞില്ലേ, നനവ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലായിട്ട് നനവ് വന്നു കഴിഞ്ഞാലായിട്ട് നമുക്ക് പെട്ടെന്ന് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വെറ്റ്നസ്, ഈർപ്പത്തെ തടയണം. കൈയൊക്കെ നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ സ്വിച്ച് ഒക്കെ ഇടുകയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. 7th പോയിന്റ്, 7th പോയിന്റ്. 7th പോയിന്റ് എന്താ? മേക്ക് ഷുവർ ദാറ്റ് ദ എക്യുപ്മെന്റ് ഈസ് പ്രോപ്പർലി ഗ്രൗണ്ടഡ്. എന്താ വെച്ചാല് ഇപ്പൊ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ വെക്കുമ്പോൾ വേണമെങ്കിൽ ചെരിച്ച് വെക്കാം. ഗ്രൗണ്ട് നിരത്തിലല്ലാതെ ഫ്ലോർ ലെവലിൽ ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സുകളൊക്കെ ആണെങ്കിൽ നമ്മളത് വെക്കുമ്പോഴേ വല്ല ചെരിച്ചോ വല്ല കുത്തിയിരുത്തിയോ അങ്ങനെയൊക്കെ നമ്മൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഗ്രൗണ്ട് ലെവലിലാണ് ഉറപ്പിച്ചു നിർത്തിയേ, ഗ്രൗണ്ട് ലെവലിലാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് ഇവിടെ നമ്മൾ പ്രൊട്ടക്ഷൻ നല്ലത് എപ്പോഴും എന്താ? 3 വയർ പ്ലഗ് തന്നെയാണ്. 2 പിന്നിനേക്കാളും 3 വയർ ഗ്രൗണ്ട് പ്ലഗ് ആണ് പ്രൊട്ടക്ഷൻ നല്ലത്. പിന്നെ പറഞ്ഞേക്കുന്നത് നമ്മൾ ഈ വയർ ലാമ്പുകളൊക്കെ ഇല്ലേ, അതൊക്കെ മാല ബൾബ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ആ ലാമ്പുകള് അത് നമ്മൾ കർട്ടനോ അല്ലെങ്കിൽ ഫർണിച്ചർ അല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും പാക്കിംഗ് മെറ്റീരിയൽ ഇങ്ങനെയുള്ളത് അതിന്റെ അടുത്ത് വെക്കാതെ അതിനോട് കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ അതിനെ ഫ്രീ ആക്കണം. വല്ല സ്പാർക്ക് ഒക്കെ വന്നു കഴിഞ്ഞാല് ചിലപ്പോൾ കത്തിലേക്ക് വല്ല സ്പാർക്ക് പോലെ വന്ന് വേണമെങ്കിൽ അത് കത്തുപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 10 പോയിന്റ്സ് ഉള്ളു അതില്. അപ്പൊ ഓരോന്നും നമ്മൾ പറഞ്ഞ ഓരോന്നും അതിന്റെ കീഴിൽ പറഞ്ഞ ഏതെന്ന് ചോദിക്കാം. പിന്നെ ആ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ഹോം ടെസ്റ്റിൽ ഇട്ടേക്കാം ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തതാണ് സെക്യൂരിറ്റി. How the hospital suffers loss. ഇനി ഹോസ്പിറ്റലിന് എങ്ങനെ നഷ്ടം സംഭവിക്കാം, ഏതൊക്കെ രീതിയിൽ ഹോസ്പിറ്റലിന് നഷ്ടം വരാം നോക്കിയേ. ഒന്നാമത്തെയാണ് എംഫസൽമെന്റ് ഓർ പിൽഫറേജ്. അവിടെ ഒരു ഫോം ഇട്ടാൽ മതി കേട്ടോ. എംഫസൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പ് നടത്താം. ഹോസ്പിറ്റലിന് ഏതൊക്കെ രീതിയിലൂടെ നഷ്ടം വരാന്നാണ് ചോദിച്ചേക്കുന്നത്. എംഫസൽമെന്റ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്, പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം. തട്ടിപ്പ് മോഷണം വഴി ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം അല്ലെ. കുറച്ച് സാധനങ്ങൾ എടുത്തോണ്ട് പോയാൽ പോരെ, എന്തെങ്കിലും ഉപകരണങ്ങൾ എടുത്തോണ്ട് പോയാൽ പോരെ. എന്തെങ്കിലും തട്ടിപ്പ് കാണിക്കാം, അല്ലെങ്കിൽ മോഷണം. തട്ടിപ്പ് അല്ലെങ്കിൽ മോഷണം വഴി ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. ഇനി കിക്ക് ബാക്സ് ആൻഡ് പൊല്യൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്. കിക്ക് ബാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൈക്കൂലി. ആൻഡ് പൊല്യൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്, പൊല്യൂഷൻ ഒത്തുകളി മോഷണം. ഒത്തുകളിച്ചിട്ടേ ഇപ്പൊ നമ്മളൊരു ഗ്യാങ്ങായിട്ട് ചേർന്നിട്ടേ നമുക്ക് എന്തെങ്കിലും ആ സാധനം അവിടെ നിന്ന് അടിച്ചുകൊണ്ട് വരാം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോഴും നഷ്ടം സംഭവിക്കാം. ഒത്തുകളി വഴി, കൈക്കൂലി വഴി. ഇനി ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനം എടുത്തു തരാം, എനിക്ക് എത്ര രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അത് എടുത്തു കൊടുക്കാം. അതാണ് കൈക്കൂലി. കൈക്കൂലി കൊടുക്കണമെന്ന് കേട്ടിട്ടില്ലേ? എന്തെങ്കിലും കാശ് എന്തെങ്കിലും കൊടുത്ത് കാര്യം സാധിക്കുക. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ പൊല്യൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്, അതുവഴി ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. ഇനി അടുത്താണ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, വ്യക്തിഗത സ്വത്ത് മോഷണം. പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്
പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, നേരെ പ്രോപ്പർട്ടി എന്തെങ്കിലും മോഷണം നോക്കാം. ഇനി അടുത്തതാണ് പേറോൾ ഫ്രോഡ് ആൻഡ് തെഫ്റ്റ്. ദാറ്റ് ഇൻക്ലൂഡ്സ് ഫ്രോഡ് ഇൻ പഞ്ചിങ് ദ ടൈം ക്ലോക്ക്. പേറോൾ ഫ്രോഡ്, ശമ്പള തട്ടിപ്പ്, പേറോൾ ശമ്പളം തട്ടിപ്പ്, ആൻഡ് തെഫ്റ്റ് മോഷണങ്ങൾ. പേറോൾ fraud and theft. That includes either fraud in punching the time clock. Time clockile punching ഉൾപ്പെടെയുള്ള അത് ഇൻക്ലൂഡ് ചെയ്യുന്ന പേറോൾ ഫ്രോഡ് തെഫ്റ്റ്. ഇപ്പൊ നമ്മളിപ്പോ എന്തിനാ പഞ്ചിങ് വെച്ചേക്കണേ? നമ്മള് വരുമ്പോ നിങ്ങൾ വന്ന സമയം എഴുതി സൈൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ നമുക്ക് ടൈം മാറ്റി എഴുതാം അല്ലെ. 10 മണിക്ക് കേൾക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോ 10:05 വന്നിട്ട് വേണമെങ്കിൽ 10 മണിയിൽ എഴുതാം. അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് എന്ത് വന്നത്? പഞ്ചിങ് കൊണ്ടുവന്നത്. പഞ്ചിങ് കൊണ്ടുവരുമ്പോ നമ്മൾ വരുമ്പോ സമയം ഒന്നും എഴുതണ്ട, നേരെ പഞ്ച് ചെയ്താൽ മതി, നമ്മുടെ കൈയൊന്ന് പ്രസ് ചെയ്താൽ മതി അവിടെ. അപ്പൊ നമ്മൾ വരുന്ന സമയം ഓട്ടോമാറ്റിക് ആയിട്ട് കറക്റ്റ് ചെയ്യാം, നമുക്കൊന്ന് ഇത് കാണിക്കാൻ പറ്റില്ല, അങ്ങനെയാക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ആ ടൈം ക്ലോക്കിലെ പഞ്ചിങ് ഉൾപ്പെടെയുള്ള ഫ്രോഡ്, ഇനി ആ പഞ്ചിങ് വിഷയമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ തട്ടിപ്പ് വേണമെങ്കിൽ കാണിക്കാം, ആ രീതിയിൽ ആണ്. ടൈം ക്ലോക്കിലെ പഞ്ചിങ് ഉൾപ്പെടെയുള്ള അത് ഉൾപ്പെടുന്ന ഫ്രോഡ്, ശമ്പളം തട്ടിപ്പും മോഷണവും. പേറോൾ ഫ്രോഡ് ആൻഡ് തെഫ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് ഫ്രോഡ് ഇൻ പഞ്ചിങ് ദ ടൈം ക്ലോക്ക്. അടുത്ത നോക്കിയാൽ ക്യാഷ് തെഫ്റ്റ്. ഇനി ക്യാഷ് ആയിട്ട് മോഷണം പോകാം, അത് ഹോസ്പിറ്റലിന് നഷ്ടം വരൂലേ? ഹോസ്പിറ്റലിൽ കുറച്ച് ക്യാഷ് എല്ലാം മോഷണം പോയാല് നോക്കിയേ ദാറ്റ് ഇൻവോൾവ് മെയിൻ കാഷ്യർ. മെയിൻ കാഷ്യറിന് ഉൾപ്പെടുന്ന, ഇൻവോൾവ് ഉൾക്കൊള്ളുന്ന മെയിൻ കാഷ്യറിന് അദ്ദേഹത്തിന്റെ അതിൽ എല്ലാ ക്യാഷും കാര്യങ്ങളും ഇരിക്കണം, അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് കാശ് മാറ്റാൻ പാടില്ലേ, അടിച്ചു മാറ്റാൻ പാടില്ലേ അല്ലെ? സബ്സിഡിയറി കാഷ്യർ, അദ്ദേഹത്തിന് കീഴിൽ വരുന്നത്. കഫറ്റീരിയ കാഷ്യർ, ഇവരൊക്കെ ഉൾപ്പെടുന്ന പൈസ മോഷണങ്ങള്. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഹോസ്പിറ്റലിൽ നഷ്ടം സംഭവിക്കാം. ക്യാഷ് തെഫ്റ്റ് ദാറ്റ് ഇൻവോൾവ്സ് ദ മെയിൻ കാഷ്യർ, സബ്സിഡിയറി കാഷ്യർ, കഫറ്റീരിയ കാഷ്യർ, ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്ന പൈസ മോഷണങ്ങള്. അടുത്ത നോക്കിയേ, അതിന്റെ ഒപ്പം തന്നെ ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ഇൻ പർച്ചേസിംഗ്, റിസീവിംഗ് ആൻഡ് സ്റ്റോറിംഗ്. ഇനി ഫ്രോഡുലന്റ് പ്രാക്ടീസസ്, വഞ്ചനാപരമായിട്ടുള്ള രീതികള് ഏതില്? പർച്ചേസിംഗില്. നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളത് പർച്ചേസ് സാധനങ്ങൾ റിസീവ് ചെയ്യുമ്പോഴോ അത് സ്റ്റോർ ചെയ്യുമ്പോഴോ വേണമെങ്കിൽ എന്തെങ്കിലും വഞ്ചനാപരമായ രീതികൾ കാണിക്കാം. സ്റ്റോർ ചെയ്യുമ്പോ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോ അതിന് പോണ വഴിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ മാറ്റി ചെയ്യാൻ പാടില്ലേ? അല്ലെങ്കിൽ സ്വീകരിക്കുമ്പോഴോ പർച്ചേസ് ചെയ്യുമ്പോഴോ ഒക്കെ എന്താണ് വഞ്ചനാപരമായിട്ടുള്ള രീതികൾ കാണിക്കാം. അപ്പോഴും എന്ത് ചെയ്യും? ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. ഇനി അടുത്തതാണ് ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്, റെക്കോർഡ്സ് ആൻഡ് ബില്ലിംഗ്, കമ്പ്യൂട്ടർ ഫ്രോഡ്. രജിസ്റ്ററുകളില്, റെക്കോർഡുകളില്, ബില്ലിങ്ങില് ഇതൊക്കെ ഫ്രോഡ്, തട്ടിപ്പ് കാണിക്കാം. കമ്പ്യൂട്ടർ ഫ്രോഡ് ഉൾപ്പെടെയുള്ള സിസ്റ്റത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ പോലെ കമ്പ്യൂട്ടർ തട്ടിപ്പുകളും ഒക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അല്ലെ, ഓൺലൈനായിട്ടും ഒക്കെ ആയിട്ടൊക്കെ. അപ്പൊ അതൊക്കെ ഉൾപ്പെടെയുള്ള ഫ്രോഡുകൾ, തട്ടിപ്പ്. അപ്പൊ ഈ രീതികളുടെ എല്ലാവരും ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഏതൊക്കെ രീതിയിൽ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. How the hospital suffers loss. തട്ടിപ്പ് മോഷണം വഴി, എംഫസൽമെന്റ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്, പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം, തട്ടിപ്പ് മോഷണം വഴി. കിക്ക്ബാക്സ് ആൻഡ് കൊളൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്. കിക്ക്ബാക്സ് കൈക്കൂലിയും അതുപോലെ തന്നെ ഒത്തുകളിയും മോഷണങ്ങളും വഴി. പിന്നെ പേഴ്സണൽ പ്രോപ്പർട്ടി, വ്യക്തിഗത സ്വത്ത് മോഷണം. പിന്നെ ശമ്പള തട്ടിപ്പുകള്. പിന്നെ അതുപോലെ തന്നെ നമ്മള് പേറോൾ ഫ്രോഡ്. പേറോളിന് ഒരു ശമ്പളം ഇതാണ് പേറോള്, ശമ്പള തട്ടിപ്പുകള്, മോഷണങ്ങള്. പിന്നെ ക്യാഷ് തെഫ്റ്റ്, ക്യാഷ് മോഷണം. മെയിൻ കാഷ്യർ, സബ്സിഡിയറി കാഷ്യർ, കഫറ്റീരിയ കാഷ്യർ ഇവരൊക്കെ ഉൾപ്പെടുന്നുള്ള ക്യാഷ് മോഷണങ്ങള്. പിന്നെ പർച്ചേസിങ്, റിസീവിങ്, സ്റ്റോറിങ് ഇതിനൊക്കെയുള്ള വഞ്ചനാപരമായിട്ടുള്ള രീതികള്. പിന്നെ അടുത്ത എന്താ ലാസ്റ്റ് പോയിന്റില് രജിസ്റ്റർ, റെക്കോർഡ്സ്, ബില്ലിങ്, കമ്പ്യൂട്ടർ ഫ്രോഡ് ഇതിനകത്തൊക്കെ ഉൾപ്പെടുന്നുള്ള ഫ്രോഡുകൾ. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങള്? അപ്പൊ എന്താണ്, ഇത്രയൊക്കെ ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് കുറച്ചേ ഉള്ളൂ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. എന്നിട്ട് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.